ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നേക്കുവാണ്. ഒരു സന്തോഷത്തിൽ അച്ഛൻ എന്തൊക്കെയോ കുട്ടികൾക്ക് വേണ്ടിയിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. വെക്കേഷൻ തുടങ്ങിയ സമയമാണ്. അതിന് മുൻപ് ഇന്നലെ വരെ ദിയയുടെ ഡാൻസിന്റെ എന്തൊക്കെയോ പരിപാടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതേ ഉള്ളൂ. മിഞ്ഞാന്നാണ് കഴിഞ്ഞത്. ഇന്നലെ ഞങ്ങൾ വീട്ടിലോട്ട് വന്നു. ഇന്ന് ഞങ്ങൾ പുതിയ പുതിയ ഐറ്റംസ് റെഡിയാക്കി അച്ഛൻ നോക്കുകയാണ്. അച്ഛൻ നല്ലൊരു കുക്കാണ്. അപ്പോ നമുക്ക് അങ്ങോട്ട് പോവാം. എന്താ പറ, എനിക്ക് ബ്ലോഗ് ഇടാനാ. പറ, എന്താണ് ഇതുണ്ടാക്കുന്നത്? ഞാൻ ഇതുണ്ടാക്കുന്നത് ചൈനീസ് ഡിഷാണ്. ഡിൽഡിഫിട്രിസി എന്ന് പറയുന്നത്. എന്തുവാ വെച്ചാ കൊച്ചുമക്കൾ അവധിയായിട്ട് വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടായോ? ആണോ? അപ്പൊ ഇത് എന്താണ് ഉണ്ടാക്കുന്നത്? ഉണ്ടാക്കുന്നതാണ് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ്. കളിയടയ്ക്കല്ല, മറ്റേ ഈ സേമിയ മറളോ, അത് ഉണ്ടാക്കി ചൂടാക്കി വെള്ളം തിളപ്പിച്ച് ഒന്ന് നനച്ചു വെച്ചതാ. ഇച്ചിരി നാരട്ടെ, ആരെങ്കിലും പഠിക്കാൻ പറ്റും. അപ്പോഴത്തെ ചായ ഇട്ട് പരി കൊടുക്കട്ടെ. അവിടെ ജോലിയിലായിരുന്നു. അമ്മയ്ക്ക് ചായ ഒക്കെ ഇട്ട് അമ്മ വെളിയിലത്തെ തുണിയൊക്കെ കഴുകി ക്ഷീണിച്ചൊക്കെ ഇരിക്കുകയാണ്. നമ്മളെല്ലാം ആണുങ്ങളും പെണ്ണുങ്ങളും ഇല്ലാത്ത ഒരു വകഭേദമില്ലാത്ത ഒരു ഫാമിലിയാണ്. ഇപ്പോ ആണുങ്ങളും കൂടെ അടുക്കളയിൽ കയറണം നമുക്ക് ഒരു നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ. എന്റെ ഫാദർ പണ്ട് മുതലേ മദറിനെയൊക്കെ അമ്മയൊക്കെ സഹായിക്കുമായിരുന്നു. അപ്പൊ ഞങ്ങളുടെ വീട്ടിലും അങ്ങനെ ആണെന്നും പെണ്ണെന്നും ഒന്നും ഇല്ല. ആരായാലും അടുക്കളയിൽ കയറും, എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യും. അമ്മ തുണിയൊക്കെ കഴുകി ക്ഷീണിച്ച് അവിടെ ഇരിക്കുകയാണ്. അമ്മയ്ക്ക് ഒരു ചായ ഇട്ട് അച്ഛൻ കൊടുക്കുവാണ്. നല്ല അടിപൊളി ഒരു കുക്കാണ് അച്ഛൻ. ദിയയുടെ അടുത്ത് പോകാം. ദിയ എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ദിയ എന്തെടുക്കുവാ? അതാ അവള് കമ്പ് മുട്ടായി നുണഞ്ഞോണ്ടിരിക്കുന്നു. ടി വി കാണുന്നു. അനിയത്തി വഴക്കിടാൻ പോകുന്നു. അത് വായിന്നെടുത്ത് നാക്കിന്റെ നിറമൊക്കെ നോക്കിയിട്ട് കയ്യിൽ നിന്ന് എടുത്ത് മാറ്റിക്കൊണ്ട് പോയി.